നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. എം സ്വരാജ് എന്ന പേര് CPM-ന് ഇപ്പോഴും വിലപിടിപ്പുള്ള ഒരു പേരാണ്. സ്വരാജിനെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ CPM-ന് ഇപ്പോഴും ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. അത്രയേറെ കരുത്തനായ ജനകീയനായ ഒരു യുവ നേതാവ് തന്നെയാണ് എം സ്വരാജ് എന്നാണ് CPM വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. നിലമ്പൂരിൽ PV അൻവർ 20,000 വോട്ട് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ എം സ്വരാജ് സാക്ഷാൽ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകുമായിരുന്നുവെന്നും സ്വരാജ് കരുത്തനായ യുവ നേതാവ് തന്നെയാണെന്നും അതുകൊണ്ട് സ്വരാജിന് ഇനിയും പാർട്ടി അവസരങ്ങൾ നൽകണമെന്നുമാണ് CPM കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ എം സ്വരാജിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ നിന്ന് മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. പൊന്നാനിയിലെ ഇപ്പോഴത്തെ CPM MLA നന്ദകുമാർ, അദ്ദേഹം പ്രായാധിക്യം മൂലം അല്പം പ്രായമുള്ളൊക്കെ ആളാണ്, അതുകൊണ്ട് പ്രായാധിക്യമുണ്ട്, അദ്ദേഹം അടുത്ത തവണ മത്സരിച്ചേക്കാൻ സാധ്യതയില്ല എന്നുള്ള സൂചനകൾ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹം തന്നെ മത്സരിക്കാനുള്ള വിസമ്മതം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊന്നാനിയിൽ എം സ്വരാജ് മത്സരിക്കട്ടെ എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ CPM-ൽ ഉയർന്നു വന്നിരിക്കുകയാണ്. പൊന്നാനിയിൽ പൊതുവെ മുസ്ലിം വിഭാഗത്തിനും ഹൈന്ദവ വിഭാഗത്തിനും തുല്യ പ്രാധാന്യം അല്ലെങ്കിൽ തുല്യ ശക്തിയുള്ള ഒരു നിയോജക മണ്ഡലമാണ്. ഈ രണ്ട് വിഭാഗങ്ങളുടെയും വോട്ടുകൾ ലഭിക്കാൻ പ്രാപ്തനായ നേതാവാണ് എം സ്വരാജ് എന്നുള്ള ഒരു വിശ്വാസം CPM-നുണ്ട്. സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളുന്ന സ്വരാജിനോട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൊതുവെ തന്നെ ഒരു താല്പര്യമുണ്ട്. എന്നാൽ നിലമ്പൂരിൽ സ്വരാജിന് ഹൈന്ദവ വിഭാഗങ്ങളിലെ വോട്ടുകൾ പരമാവധി ലഭിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വരാജ് അനുകൂല പ്രസ്താവനയൊക്കെ അദ്ദേഹത്തിന് അവിടെ വലിയ പ്രയോജനമായി തീർന്നുവെന്നാണ് CPM നേതൃത്വം പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പൊന്നാനി പോലൊരു മണ്ഡലത്തിൽ സ്വരാജിനെ നിർത്തിയാൽ ആ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം CPM-നുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു യുവ നേതാവായിരിക്കും പൊന്നാനിയിൽ മത്സരിക്കാൻ സാധ്യതയുള്ളത്. അതും ഒരുപക്ഷെ പൊന്നാനി കോൺഗ്രസ് മത്സരിക്കുമ്പോൾ അവിടെ മുസ്ലിം സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആകാറില്ല. പലപ്പോഴും പണ്ടൊക്കെ MP ഗംഗാധരൻ, PT മോഹനകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളാണ് പൊന്നാനിയിൽ നിന്നും വിജയിച്ചു വരാറുള്ളത്. പൊതുവെ പൊന്നാനി ഒരു സവർണ ഹൈന്ദവ സമുദായങ്ങൾക്കും സ്വാധീനമുള്ള പ്രദേശം കൂടിയാണ്. അതുകൊണ്ടാണ് PT മോഹനകൃഷ്ണനും MP ഗംഗാധരനും ഒക്കെ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചതും. ഇത്തവണയും ആ വിഭാഗത്തിൽപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് അവിടെ സീറ്റ് നൽകാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എം സ്വരാജിനെ പൊന്നാനിയിൽ നിർത്തിക്കഴിഞ്ഞാൽ ആ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം CPM-നുണ്ട്. കാരണം കേരളത്തിലെ മറ്റേത് യുവ നേതാക്കളെക്കാളും നന്നായി പ്രസംഗിക്കാനും ഇടപഴകാനും കാര്യങ്ങൾ വിശദീകരിക്കാനും അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ അവബോധവുമെല്ലാം കൂടുതലുള്ള നേതാവാണ് എം സ്വരാജ്. അപ്പോൾ സ്വരാജിനെ അവിടെ രംഗത്തിറക്കിയാൽ, കാരണം നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തായിരുന്ന എതിർ സ്ഥാനാർത്ഥി PV അൻവർ 20,000 വോട്ട് പിടിച്ചു, എന്നിട്ടാണ് അദ്ദേഹം 10,000 വോട്ടിന് തോറ്റത്. എന്നാൽ പൊന്നാനിയിൽ സംഭവ വികാസങ്ങൾ നേരെ തിരിച്ചാണ്. അവിടെ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ എം സ്വരാജിനെ, അതേ സമുദായത്തിൽപ്പെടുന്ന എം സ്വരാജിനെ അവിടെ ഇട്ടുകൊടുത്താൽ നിരവധി RSS വിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകൾ എം സ്വരാജിന് സമാഹരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ പൊന്നാനിയിൽ സ്വരാജിനെ പരീക്ഷിച്ചാൽ എന്താ എന്നുള്ള ഒരു തോന്നൽ വലിയ ശക്തമാണ്. മലപ്പുറം ജില്ലാ കമ്മിറ്റിയിലും അത്തരം ചർച്ചകളൊക്കെ തുടങ്ങിയെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സ്വരാജിനെ അടുത്ത തവണ നിയമസഭയിൽ കൊണ്ടുവരണമെന്ന് CPM-ന് വളരെ ആഗ്രഹമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും ആഗ്രഹമുണ്ട്. നിലമ്പൂരിലേക്കാൾ അതിൽ ഏറ്റവും പറ്റിയ സ്ഥലം പൊന്നാനി തന്നെയാണെന്നാണ് CPM കേന്ദ്രങ്ങൾ പറയുന്നത്. സ്വരാജിനെ പൊന്നാനിയിൽ നിർത്തിക്കൊടുത്താൽ എതിർ സ്ഥാനാർത്ഥി ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ അവിടെ നേടാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം എം സ്വരാജിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന യുവ നേതാക്കളൊന്നും CPM-ലുമില്ല, മറ്റു പാർട്ടികളുമില്ല എന്നാണ് പിണറായി വിജയൻ കരുതുന്നത്. അതുകൊണ്ട് പൊന്നാനിയിൽ സ്വരാജിനെ രംഗത്തിറക്കി ആ സീറ്റ് നിലനിർത്താനുള്ള ഒരു തന്ത്രപരമായ നീക്കത്തിനാണ് CPM-ഉം പിണറായി വിജയനും ഇപ്പോൾ ശ്രമിക്കുന്നത്.